ഹായ് മകളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. +1 ക്ലാസ്സുകൾ എല്ലാ സ്കൂളുകളിലും ആരംഭിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയെന്ന് എനിക്ക് ഉറപ്പാണ്. പല കുട്ടികൾക്കും അതൊരു എളുപ്പമായ ചാപ്റ്ററായിട്ട് തോന്നാം. ചിലർക്ക് 10ാം ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള സ്റ്റാൻഡേർഡായ ഒരു ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങളേവരും മനസ്സിലാക്കേണ്ടത് +1 ഫിസിക്സിലെ തന്നെ ഏറ്റവും നിസ്സാരമായ ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് തന്നെയാണ്. സോ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഇനീഷ്യലി ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും എത്രയോ മടങ്ങ് വലുപ്പമുള്ള കണ്ടന്റ് വലുപ്പമുള്ള ചാപ്റ്റേഴ്സാണ് ഇനി നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ പോകുന്നത്. അത് നിങ്ങളേവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു ചാപ്റ്റർ നമ്മൾ എത്രത്തോളം പഠിച്ചാലും ആ ചാപ്റ്ററിൽ നിന്നൊരു പരീക്ഷ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു കണ്ടന്റ് ക്ലാരിറ്റിയും അതുപോലെ തന്നെ ആ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയും മറ്റൊരിക്കലും നിങ്ങൾക്ക് കിട്ടുകയില്ല. അതായത് പരീക്ഷ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതണം. മക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഗ്നി +1 കുട്ടികളുടെ ആദ്യ ബാച്ച് കുട്ടികളുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 30 മാർക്കിൻ്റെ ചോദ്യ പേപ്പറാണ്. 1 മണിക്കൂർ സമയമാണ് കുട്ടിക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നൽകിയത്. ഇവിടെ ഈ ഒരു പരീക്ഷ കുട്ടി അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നത് ഒരു പരീക്ഷാ പേപ്പർ നോക്കുമ്പോഴാണ്. ശരിയല്ലേ? ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് ആണ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്, ഡയമെൻഷൻസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. സോ അവയെല്ലാം ഈ കുട്ടിക്ക് ചോദ്യ പേപ്പർ കാണുമ്പോൾ വൃത്തിയായി തന്നെ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ ചോദ്യങ്ങളുടെ വെയിറ്റേജ് ആണ്. ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന് 2 മാർക്കിൻ്റെ ഒരു ചോദ്യം ബോർഡ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അതേ വെയിറ്റേജിന് തന്നെയാണ് ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യനും കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. പല കുട്ടികളും നമ്മളോട് പറയുന്ന പ്രശ്നമാണ്, സാറേ ബോർഡ് എക്സാമിന് ഞങ്ങൾക്ക് ഒട്ടും സമയം കിട്ടിയില്ല, അവസാനത്തെ ഒരു 3-4 ചോദ്യങ്ങൾ ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത് പോലുമില്ല. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വരാതിരിക്കണമെങ്കിൽ ഓരോ ചോദ്യങ്ങളും ചെയ്ത് തന്നെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണം. സോ അതാണ് ഇത്തരം പരീക്ഷകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആപ്പിനകത്ത് എങ്ങനെയാണ് അഗ്നി ബാച്ചിലുള്ള ഒരു കുട്ടി പരീക്ഷ എഴുതുന്നത് എന്ന കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം. മകളെ, നമ്മുടെ സൈലത്തിൻ്റെ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അവിടെ മൈ ബാച്ചസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് നമ്മുടെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ +1 വിദ്യാർത്ഥികളാണെങ്കിൽ ക്ലാസ് 11 സ്റ്റേറ്റ് എന്ന രീതിയിൽ കാണാൻ പറ്റും. സൈഡിൽ അഗ്നിയുടെ ലോഗോ ഒക്കെ ഉണ്ടാവും. അതിനകത്ത് ലെറ്റ് സ്റ്റഡി കൊടുക്കുക. ലെറ്റ് സ്റ്റഡി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഓരോ സബ്ജക്റ്റുകളുടെ ബണ്ടിലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബണ്ടിലിനകത്ത് നമ്മുടെ സ്വന്തം ഫിസിക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. സോ ഫിസിക്സിനകത്ത് നമ്മൾക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഫസ്റ്റ് ബാച്ചിന് എടുത്ത് തീർത്തതാണ്. മോഷൻ സ്ട്രൈറ്റ് ലൈൻ ജസീൽ സാറ് ഓൾമോസ്റ്റ് കഴിയാറായി, 5 പാർട്ടുകളായിട്ടുണ്ട്. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. സോ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. സോ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുള്ളത് 4 പാർട്ടുകളായിട്ടാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. 4 പാർട്ടുകളുടെ റെക്കോർഡഡ് വീഡിയോസ് അവിടെ കിടപ്പുണ്ട്. അതായത് ലൈവ് ഒരു കുട്ടിക്ക് നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നവുമില്ല, ആപ്പിനകത്ത് റെക്കോർഡഡ് ആയിട്ട് ആ ലൈവുകളെല്ലാം കിടപ്പുണ്ട്. നിങ്ങളുടെ കൺവീനിയൻ്റ് ടൈമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതും ലൈവുകളുടെ ഡ്യൂറേഷൻ നിങ്ങൾ നോക്കിക്കേടാ മക്കളെ, 1 മണിക്കൂറാണ് പരമാവധി ഡ്യൂറേഷൻ. മാക്സിമം ഏറിപ്പോയ 1.5 മണിക്കൂർ ഉണ്ടാവത്തുള്ളൂ. സോ അത്രയും കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈവ് ഓരോ പാർട്ടുകളും പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനി എവിടെയാണ് പരീക്ഷ എന്നല്ലടാ, നേരെ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. അതായത് ഇവിടെ സ്ലൈഡ്സിനെ കുറിച്ചൊക്കെ ഞാൻ ജസ്റ്റ് സിമ്പിളി എന്തായാലും ആപ്പ് എടുത്ത സ്ഥിതിക്ക് അത് പറഞ്ഞുതരാം. താഴെ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കണം, കമൻറ്റുകളെ ഞാൻ സിമ്പിളി ഒന്ന് വായിച്ചു തരാം. നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവാണ് നിങ്ങൾക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സാർ, എനിക്ക് ഫിസിക്സ് A ഗ്രേഡ് ഉണ്ട്, ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഫിസിക്സിൽ A ഗ്രേഡ് കിട്ടുമെന്ന്. ബട്ട് ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നി ഫിസിക്സ് പഠിക്കാനായിട്ട്. ഐ ആം പ്രൗഡ് ടു ബി എ സൈലം സ്റ്റുഡൻറ്റ് ആൻഡ് അഗ്നി ബാച്ച് സ്റ്റുഡൻറ്റ്. ഇതാണ് ആദ്യത്തെ കമൻറ്റ്. ഒട്ടും പ്രഡിക്റ്റബിൾ. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ ഒരു കമൻറ്റ് കാണാൻ സാധിച്ചത്. റൈറ്റ്, ഇനി അതിൻ്റെ സ്ലൈഡ്സ് നിങ്ങൾ നോക്കിക്കേടാ മക്കളെ. ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലോഡിംഗ് ആണ്, ലോഡായി വന്നു. റൈറ്റ്, യെസ്, ഹിയർ കംസ് ദ സ്ലൈഡ്. എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്ലൈഡ്സ് നിങ്ങൾക്ക് ഇവിടെ ആക്സസബിൾ ആണ്. പ്രോപ്പറായിട്ട് നിങ്ങൾ നോട്ട് പോലും എഴുതേണ്ട ആവശ്യം, എല്ലാ കാര്യങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. റൈറ്റ്, ഫൈൻ. ഇനി നമ്മുടെ എക്സാംസിലോട്ട് കിടക്കാം. എന്തായാലും ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് എക്സാം കൂടിയേ ഉള്ളൂ. മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. DPP PDF. ആ ഓപ്ഷൻ കയറി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അടിപൊളിയായിട്ട് 1 മണിക്കൂർ സമയത്തിൽ നിങ്ങൾ ആ പരീക്ഷ എഴുതിയിരിക്കണം. എന്നിട്ട് അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനും നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. സോ അത്രയും എഫക്റ്റീവായ സ്ട്രക്ചേർഡായ പ്ലാനാണ് അഗ്നി ബാച്ചിൽ ഓരോ കുട്ടികൾക്കും സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ബാച്ചിന് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ഉറപ്പാക്കുക.
കാരണം 10-ാം തീയതി മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നത്. സോ എല്ലാവരും ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഏറ്റവും ഫീസിബിൾ ആയ എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയ അഗ്നി ബാച്ച് ലഭിക്കാൻ പോകുന്നത്. ഡെയിലിയുള്ള ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, പരീക്ഷകൾ, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സാണ് നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. അഗ്നി ബാച്ചിൽ കണ്ടുമുട്ടാം.